ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു എയർ ഡേ ഉണ്ടോ? കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ ഈ ഒരു എയർ ഡേ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും പിന്നെ ഒരു ഇത്തിരി ടെൻഷനും ഉണ്ട്. കാരണം ആദ്യമായിട്ടാണോ ഞാനൊരു എയർ ഡേ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. സംഭവം സൂപ്പറായിരുന്നു, പിന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജ്വല്ലറി ഹോൾഡറാണ് കേട്ടോ. ആദ്യം തന്നെ ഇതേമാതിരി ഒരു ചെറിയ പീസ് ക്ലേ എടുക്കുക. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന മരത്തിന് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു ബേസിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവിടെ നിന്നോളും. പിന്നെ ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത് ആ പോർഷനിൽ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാക്ടസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഇതേമാതിരി രണ്ട് ബ്രാഞ്ചസും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ രണ്ട് ബ്രാഞ്ചസ് നന്നായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അത് അവിടെ നിന്നോളും. ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയൊരു സംഭവം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പ്ലാന്റിന് ലൈറ്റ് ഗ്രീൻ കളർ പേസ്റ്റൽ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ബേസിന് ഇങ്ങനെ ഒരു ഗ്രേ കളറാണ് കൊടുക്കുന്നത്. സോ ഞാനിത് ഈ ഒരു വൈറ്റ് കളറും ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റിൽ ഇതേമാതിരി ചെറിയ ചെറിയ ഡിസൈൻസ് ഡാർക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജ്വല്ലറി ഹോൾഡറിൽ നമുക്ക് നമ്മുടെ റിങ്സ്, ബ്രേസ്ലെറ്റ്സ്, പിന്നെ ചെറിയ ചെറിയ ഇയറിങ്സ് അതൊക്കെ വെക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.